ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JM ട്രിപ്പിലെറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് സത്യ സ്പെഷ്യൽ ബീട്രൂട്ട് കിച്ചടിയാണ് കേട്ടോ. വളരെ രുചികരമായി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് അടിച്ചാതെ കാണണം. അപ്പോൾ ആദ്യം ഇവിടെ 2 ബീട്രൂട്ട് നല്ല ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചെറുതായിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ആ കടായിലേക്ക് നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുത്താൽ വെള്ളം പെട്ടെന്നൊന്നും വറ്റി പോകത്തില്ല കേട്ടോ. നല്ലോണം വെന്ത് വരണം. അതിന് മുമ്പ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീട്രൂട്ട് നല്ലോണം ഒന്ന് വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. മിക്സിൻ്റെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നമ്മളെ കടുകുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് തന്നെ നമ്മളെ ബീട്രൂട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നല്ല ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരം തിളക്കാൻ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിലേക്ക് ഒരുപാട് പുളി ഇല്ലാത്തതും എന്നാൽ കൂടുതൽ പുളി ഇല്ലതും അല്ലാത്ത ഒരു മീഡിയം സൈസിൽ പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ലോണം ഉടച്ചെടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് കാണ്ട് അരച്ചെടുക്കാൻ പാടില്ല. നമ്മൾ വിസ്കോ കയ്യിലോ ഒരു സ്പൂണോ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാക്കണം ഇവിടെ നമ്മളെ ബീട്രൂട്ടും ആ തേങ്ങയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചൂടോട് കൂടി നമ്മൾ തൈര് ചേർക്കാൻ പാടില്ല, അപ്പോൾ പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കൂടുതൽ ചൂടുള്ള സമയത്ത് ചേർത്ത് കൊടുക്കരുത്. ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല നല്ല വിഭവങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും വാച്ച് ചെയ്യണം. ഇവിടെ ഒരു താളിപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനുവേണ്ടി ചെറിയൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ താളിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ആ താളിപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് കിച്ചടിയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.